എല്ലാവർക്കും ഇഷ്ട എന്ന സീരിയലിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. ആദ്യം വിളിച്ചത് പ്രകാരം മഹേഷ് ഇഷ്ടയും കൂട്ടി റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയാണ്. കൂടെ ചിപ്പിയുമുണ്ട്. രജനെ തള്ളിയിട്ടതിന് മാപ്പ് പറയാനാണ് ഇഷിതയോട് മഹേഷ് ആവശ്യപ്പെടുന്നു. എന്തിനാണ് താൻ ഇഷാന്തിനോട് മാപ്പ് പറയുന്നത് എന്ന് ഇഷിത ചോദിക്കുന്നു. മഹേഷ് പറയുന്നതൊന്നും മനസ്സിലാകാതെ ഇഷിത കണ്ണം തള്ളിയിരിക്കുകയാണ്. ആകാശും രജനയും ആ സമയത്താണ് അങ്ങോട്ടേക്ക് വരുന്നത്. ആകാശും രചനയും ഇപ്പോൾ ഇങ്ങോട്ട് എന്തിനു വന്നു എന്നറിയാതെ മിഴിച്ചു നിൽക്കുകയാണ് ഇഷിത. എന്നാൽ ഇഷിതയുടെ എല്ലാ ചോദ്യങ്ങൾക്കും ആകാശ് മറുപടി പറയുന്നു. ഈ നിൽക്കുന്ന ആദി മഹേഷിൻ്റെ മകനാണെന്ന്, രചനയിലുണ്ടായിരുന്ന മൂത്ത മകനാണെന്നുമുള്ള കാര്യം എല്ലാവർക്കും ആകാശ് എല്ലാം പറയുന്നു. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യുക. എന്ത് പറയണം എന്ത് ചെയ്യണം എന്നറിയാതെ ആ സമയത്ത് മഹേഷ് തല കുടിച്ചിരിക്കുന്നു. മഹേഷിനെ ഫേസ് ചെയ്യാൻ മഹേഷിനെ ഇഷിതയെ ഫേസ് ചെയ്യാൻ പോലും പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. ആ സമയത്ത് മഹേഷിന്റെ അമ്മ അങ്ങോട്ടേക്ക് വരുന്നു. വളരെ അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, എവിടെയാണ് തുടങ്ങേണ്ടത് എവിടെയാണ് അവസാനിപ്പിക്കേണ്ടത് എന്ന് എനിക്കറിയാം. അങ്ങനെ മഹേഷിന്റെ അച്ഛൻ ഇഷിതയുടെ വീട്ടിലേക്ക് കയറി ചെന്ന് കാര്യങ്ങളെല്ലാം ഇഷിതയുടെ അച്ഛനെ അറിയിക്കുകയാണ്. ഇഷിതയെ കാണാനില്ല എന്നുള്ള കാര്യം അങ്ങനെ അറിയിക്കുകയാണ്. പറഞ്ഞ് ഇറങ്ങിപ്പോയി. അപ്പോൾ ആ സമയത്ത് തന്നെ എല്ലാവരും ഇത് കേട്ട ഉടനെ എല്ലാവരും കിടന്ന് കരയുന്നു. ഇഷിതയുടെ അമ്മ ഭയങ്കര കരച്ചിലും പ്രശ്നങ്ങളൊക്കെ ആകുകയാണ്. അപ്പൊ അച്ഛൻ ചോദിക്കുന്നു, ഇന്നലെ രാത്രി മോളെ കാണാതായിട്ട് നിങ്ങൾ ഇന്നാണോ പറയുന്നത്, എന്തുകൊണ്ട് ഇന്നലെ പറഞ്ഞില്ല എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പൊ മഹേഷിന്റെ അച്ഛൻ ഒന്നും പറയാതെ കെട്ടിത്തെരിച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, ഇവർ പറയുന്നതെല്ലാം കള്ളമാണ്, എൻ്റെ മകൾക്കൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ തിരിച്ച് അവർ വന്നു കഴിയുമ്പോഴത്തേനും മഹേഷ് എന്ത് ചെയ്യണമെന്ന് പറയാതെ ഇഷിത വരട്ടെ നമുക്ക്